സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമജടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. 8ാമത്തെ ദശകം നാരായണീയത്തിൽ നമ്മൾ കണ്ടത് നൈമിത്തിക പ്രളയമാഹുരഥോസ്യ രാത്രി. കൃതം ത്രേതാദ്വാപരം കലി പ്രകാരം 1000 പ്രാവശ്യം ആവർത്തിക്കുമ്പോഴുള്ള പ്രളയത്തിന് നൈമിത്തിക പ്രളയം എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ ഉറക്കം പുമിത്തം ഉള്ളതുകൊണ്ടാണ് നൈമിത്തികം എന്ന പേര് വന്നത്. ഓരോ ദിവസവും നമ്മൾ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു. ചിരഞ്ജീവികളായിട്ടുള്ളവർ ഉറങ്ങി ഉണർന്ന പോലെയാണ് ഉണ്ടാവുക. അല്ലാത്തവർ പുതിയ സൃഷ്ടി എന്ന ക്രമത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ആ ബ്രഹ്മാവിന് 50 വയസ്സാണ്. ഇപ്പോഴത്തെ ബ്രഹ്മാവ് മാറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അതിലത്തെ 51ാമത്തെ വയസ്സിൽ നടന്ന സൃഷ്ടിവിലാസങ്ങളെയാണ് ഞാൻ പറയാൻ പോകുന്നത്. 51ാമത്തെ ഏതെങ്കിലും ഒരു ദിവസത്തെ പറഞ്ഞാൽ അത് തന്നെയാണല്ലോ എല്ലാ ദിവസവും. 51ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ശരിക്കും ഒരു ദിവസത്തെ ദിനചര്യയാണ് പറയുന്നത്. അത് 51ാമത്തെ വയസ്സിലുണ്ടായ കാര്യം. ഇനി അതിനെ പറയുന്നതാണ് ദിനാവസാനേത സരോജയോനി സുഷുപ്തി കാമത്വയി തന്നിലില്ലേ ജഗന്തി തജ്ജഠരം സമേയോ തദേതമേകാർണവമാസ വിശ്വം. 51ാമത്തെ ദിവസം നേരം പ്രഭാതമായി. ഇന്ന് കൂട്ടാ നേരം വിളിച്ചായിരിക്കണു. ഇപ്പം എന്തേണ്ടായി? കൽപ്പാവസാനത്തിലും ആവാം, കൽപ്പത്തുടക്കത്തിൽ അതും ആവാം. ഒന്നിൻ്റെ കൽപ്പം കഴിയുമ്പോഴാണ് മറ്റേത് തുടങ്ങുക ഇല്ലേ? 1 കിലോമീറ്റർ അവസാനിക്കുന്നവിടെ തന്നെ 2ാമത്തെ കിലോമീറ്റർ തുടങ്ങുക. നദിക്കിൽ അവസാനിച്ച മയിൽക്കുറ്റിയിൽ ഇപ്പുറത്തേക്ക് 0 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പുറത്ത് നോക്കിയാൽ അല്ലേ? ഇപ്പുറത്ത് നോക്കിയാൽ അവിടത്തേക്കാണ് നോക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിക്കിൽ തന്നെയാണ് തുടങ്ങണത്. കൽപ്പാവസാനത്തിൽ സുഷുപ്തി കാമഹ, ബ്രഹ്മാവ് ഉറങ്ങി പറഞ്ഞു. രാത്രി എന്നാണ് തുടങ്ങണം. ഉറങ്ങിയിട്ട് വേണമല്ലോ എണീക്കാൻ. സുഷുപ്തി കാമഹ, സുഷുപ്തി എന്ന് പറഞ്ഞാൽ സുഖമായ ഉറക്കം. അതിനാണ് സുഷുപ്തി എന്ന് പറയുക. സുഖമല്ലാത്ത ഉറക്കമുണ്ടോ? സുഖമല്ലാത്ത ഉറക്കം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മനസ്സ് വിടാത്ത ഉറക്കത്തിനെയാണ് പൂർണ്ണം അല്ലാത്ത ഉറക്കം എന്ന് പറയുന്നത്. സ്വപ്നം കാണും. സ്വപ്നം യഥാർത്ഥ ഉറക്കമല്ല എന്നാണ് സൈക്കാട്രിസ്റ്റ് പറയണത്. ചിലർ നല്ല ഉറക്കത്തിലാണ് സ്വപ്നം കാണുന്നത് എന്ന് പറയണവരുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ നമുക്ക് മുഴുവൻ പിടി കിട്ടാത്ത വിഷയങ്ങളാണ്. പിന്നെ എന്തിനാ വെറുതെ അതിനെ തർക്കിക്കണം? ഒന്ന് ഉറപ്പാണ്, ശക്തമായിട്ടുള്ളൊരു ഉറക്കം. സുഷുപ്തി കാമഹ, സുഖമായിട്ടുള്ള ഉറക്കം ആഗ്രഹിച്ചു. ത്വയി തന്നിലില്ലേ, ഇപ്പം എന്തേണ്ടായി? ഭഗവാനിൽ ലയിച്ചു. ബ്രഹ്മാവിൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിലുള്ള ലയം ആണ്. ഇന്ദ്രിയവടിയിൽ ലയിച്ചു. ലയമാണ് ഉറക്കം എന്നാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും ആത്മാവിൽ ലയിച്ച് അങ്ങനെ ഒരവസ്ഥയ്ക്കാണ് ശരിക്കും ഉറക്കം. അപ്പോഴാണ് യഥാർത്ഥ ഉറക്കം ഉണ്ടാവുന്നത്. ഒരു ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. കണ്ണ് കാണുന്നുണ്ടോ? ഇല്ല. ചെവി കേൾക്കുന്നുണ്ടോ? ഇല്ല. നാവിന് രസം അറിയുന്നുണ്ടോ? ഇല്ല. ത്വക്കിന് സ്പർശം അറിയുന്നുണ്ടോ? ഇല്ല. യാതൊരുവിധ ഇന്ദ്രിയങ്ങളും നല്ല ഉറക്കത്തിൽ നിശ്ചലമാണ്. സ്വൈ തന്നിലില്ലേ, ലയിച്ചു. നമ്മുടെ ആത്മാവിൽ ലയിക്കണോ, ബ്രഹ്മാവ് ഭഗവാൻ ലയിക്കണമെന്ന് മാത്രം. അതാ സരോജയോനി, സരോജയോനി ബ്രഹ്മാവ്. സരോജം താമര, അതിൽ നിന്നുണ്ടായവനാണ് സരോജയോനി. സരോജം യോനിയായിട്ടുള്ളവൻ. യോനി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സ്ഥാനം. വാക്കിൻ്റെ അർത്ഥം അതാണ്, ഉൽപ്പത്തി സ്ഥാനം യോനി. താമര ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള ആളാരാ? ബ്രഹ്മാവ്. സരോജയോനി, താമര ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള ബ്രഹ്മാവ്. ദിനാവസാനെ, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി. സുഷുപ്തി കാമഹ, ഉറങ്ങാൻ ആഗ്രഹിച്ചു. എല്ലാവരും ആഗ്രഹിക്കും അല്ലേ? രാത്രിയെ കിടക്കണ്ടെന്ന് ആർക്കാണ്ടാവുക? സുഷുപ്തി കാമഹ. എന്നിട്ട് എന്ത് ചെയ്തു? ത്വയി സന്നിലില്ലേ, അങ്ങയിൽ ലയിച്ചു. ത്വയി, അങ്ങയിൽ, സന്നിലില്ലേ, ലയിച്ചു. എന്നിട്ടോ ജഗന്തി ത്വജ്ജഠരം സമേയു, ലോകങ്ങളെല്ലാം ആ സമയത്ത് എന്തുണ്ടായി? ഗുരുവായൂരപ്പ, അങ്ങയുടെ ഉദരത്തിൽ,
അതായത് ലയം പ്രാപിച്ചു. ഭഗവാന്റെ വയറിനെ വർണ്ണിക്കുമ്പോൾ കേശാദിപാരത്തിലും കൂടി പറയുന്നുണ്ട്. എന്താ അങ്കേ പകിഴാങ്കരാകെ എന്നുള്ള ശ്ലോകം കഴിഞ്ഞിട്ട് പിന്നെ ലീലാനേകത്രിലോകി, അഗ്രേ പശ്യാമി ലീനാനേകത്രിലോകി. ലീന എന്ന് പറഞ്ഞാൽ ലയിച്ചത്. പേര് കൊണ്ടിടും നമ്മൾ ലീന, ഒരർത്ഥവും ഇല്ല ആ പേരിന്. ലീന എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ലയിച്ചത് എന്നർത്ഥമാണ്. എല്ലാ ലോകങ്ങളും ഭഗവാന്റെ വയറിൽ ലയിച്ചു, എങ്കിലും മെലിഞ്ഞതായിരുന്നു എന്നാണ് കേശാദിപാദത്തിൽ പറയുന്നത്. ലീന അനേക ത്രിലോകി, 3 ലോകവും ഭഗവാന്റെ വയറിൻ്റെ ഉള്ളിലാത്രേ. അപ്പോൾ ബ്രഹ്മാവ് ഉറങ്ങിയപ്പോൾ തജ്ജഠരം സമീയു, എല്ലാ ലോകങ്ങളും ജഗന്തി ലോകം, ജഗന്തി എന്ന് പറഞ്ഞാൽ ലോകം, തൊയ് അങ്ങയിൽ, ജഠരം വയറ്, അങ്ങയുടെ ജഠരത്തിൽ സമീയുഷ ലയിച്ചിരുന്നു. അപ്പോൾ എന്താ പിന്നെ ലയിക്കാതെ ലോകത്തിൽ കണ്ടിരുന്നത്? ഒക്കെ ലയിച്ചു വെച്ചാൽ ലയിക്കാതെ വല്ലതുണ്ടോ? ഒരു കാര്യമുണ്ട്. തഥാ ഇതം വിശ്വം, ആ സമയത്ത് ഈ ലോകം ഏകാർണവം ആസ. അർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം, ജലരാശിക്കാണ് അർണവം എന്ന് പറയുക. ഒറ്റ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പരിപൂർണമായ ജലം. എപ്പോട്ടാ നോക്കിയാലും ജലമല്ലാതെ കെട്ടിടമില്ല, വൃക്ഷമില്ല, സ്ത്രീകളില്ല, പുരുഷന്മാരില്ല, പക്ഷികളില്ല, മൃഗങ്ങളില്ല, ഭൂമി അടക്കമില്ല, കാണില്ല. ഭൂമി ഉണ്ടാവും, കാണില്ല. ഒക്കെ വെള്ളം, വെള്ളം മൂടിയ അവസ്ഥ. സരോജയോനി എന്ന് പറഞ്ഞാൽ സരോജത്തിൽ നിന്നുണ്ടായവൻ ബ്രഹ്മാവ് എന്നാണ്. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പേ ബ്രഹ്മാവ് ഒരു ദിവസം ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് പ്രഭാതത്തിൽ എല്ലാ ദിക്കിലും വെള്ളം. ജഗന്തി ത്വജ്ജഠരം സമീയു, അങ്ങയുടെ വയറിലേക്ക് ലോകങ്ങൾ പ്രവേശിച്ചു, ലയിച്ചു. തദേത ഏകാർണവം, ഒന്നിച്ചൊരു സമുദ്രം. ഇപ്പം പല സമുദ്രങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രം, അറേബ്യൻ സമുദ്രം, ബംഗാൾ ഉൾക്കടൽ, ചെങ്കടൽ, ശാന്തസമുദ്രം, വേറെ വേറെ സമുദ്രമാണല്ലോ. പക്ഷെ അത് അങ്ങനെ ഇല്ല പണ്ട്. ഈ സമയത്ത് ഒരൊറ്റ സമുദ്രമാണ്. കരയില്ല, കര എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അങ്ങനൊരു സംഗതി ഇല്ല. ആലോചിച്ചാൽ അത്ര അത്ഭുതമല്ലേ. അതാണ് ഉണ്ടായത്. ദിനാവസാനത്തിൽ സരോജയോനി ബ്രഹ്മാവ് സുഷുപ്തികാമ ഉറങ്ങാൻ ആഗ്രഹിച്ചു. തൊയ് തന്നിലില്ലേ, സ്തൊയ് എന്ന് കൂട്ടിച്ചേരുമ്പോൾ വന്നതാണ്, തൊയ് ആണ്. കൂടിച്ചേരുമ്പോൾ സ്തൊയ്, സന്നിലില്ലേ ലയിച്ചു. ലോകമോ ജഗന്തി ത്വജ്ജഠരം സമീയു, ജഗന്തി ലോകങ്ങൾ അങ്ങയിൽ ലയിച്ച് എന്തായി തീർന്നു? തദേക ഏകാർണവമാസ വിശ്വം, ഒറ്റ സമുദ്രം വെള്ളം കൊണ്ട് അങ്ങനെ മൂടി. അങ്ങനൊരു മഹാത്ഭുത സംഗതിയാണ് ഉണ്ടായിരുന്നത്. ഈ ബ്രഹ്മാവ് തുടങ്ങുകയാണ് ദിനചര്യ. തവൈവ വേഷേ ബണിരാജിശേഷേ ജലൈകശേഷേ ഭുവനെ ശ്മശേഷേ ആനന്ദചന്ദ്രാനുഭവസ്വരൂപ സയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ഭുവനെ ലോകത്തിൽ, ഭുവനെ ജലൈകശേഷേ, ജലം മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ തൈവവേഷേ ബണിരാജിശേഷേ, അങ്ങയുടെ അവസ്ഥ പറയണം. ബ്രഹ്മാവിൻ്റെ അവസ്ഥ പറഞ്ഞു, ലയിച്ചു, ഉറങ്ങി നോക്കാം. ഭഗവാന് നിന്തിരുവടിയുടെ രൂപാന്തരം ആദിശേഷനിൽ ശയിക്കുന്ന വിധം, യോഗനിദ്ര കൊള്ളുന്ന വിധമാണ് ഉണ്ടായത്. ഭഗവാന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഉറക്കമല്ല, ഉറങ്ങണമൊന്നുമില്ല. നമ്മളെപ്പോലെ മനസ്സ് വിട്ട് കൂർക്കം വെച്ച് ഉറങ്ങല്ല. ഭഗവാൻ കണ്ണങ്ങനെ അടയ്ക്കണു. യോഗനിദ്ര എന്ന് പറയും അതിന്. വ്യത്യാസമുണ്ട്. നമ്മുടെ നിദ്രയും യോഗനിദ്രയും ഒന്നല്ല. ആ സമയത്തെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. ഒക്കെ അറിഞ്ഞും കൊണ്ടുള്ള ഒരു പ്രത്യേക ഉറക്കമാണ് അത്. അതുകൊണ്ടാണ് യോഗനിദ്ര. ഭണിരാജിശേഷേ, അനന്തൻ. ഭണി എന്ന് പറഞ്ഞാൽ പാമ്പ്, അതിൻ്റെ രാജാവാര അനന്തൻ. ശേഷേ ത്വം ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ, ആനന്ദമായിരിക്കുന്ന ഭഗവാൻ. ആനന്ദമല്ലാണ്ട് എപ്പോഴാണ് ഉള്ളത്?
ഒരു സമയത്തും ആനന്ദം അല്ലാത്തൊരവസ്ഥയില്ല. ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപനായിക്കൊണ്ട്, ആനന്ദരൂപി ആയിക്കൊണ്ട് സ യോഗനിദ്രാ പരിമുദ്രിതാത്മാ, യോഗനിദ്രയെ കൈക്കൊണ്ടു ശേഷയസ്മ, അങ്ങനെ അവശേഷിച്ചു. അവിടെ ശേഷം എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക എന്നർത്ഥമാണ്. ആദ്യത്തെ ശേഷം എന്ന് പറഞ്ഞാൽ ആദിശേഷനാണ്, വ്യത്യാസമുണ്ട്. ആദ്യത്തെ ശേഷം എന്ന് പറഞ്ഞാൽ നൗണാണ്, ആദിശേഷൻ. ഇവിടെ ക്രിയയാണ്. ശേഷയസ്മ, അങ്ങ് ഉറങ്ങിക്കൊണ്ട് സ്ഥിതി അവശേഷിച്ചു. നേരത്തെ ആദിശേഷനാണ് ശേഷൻ, ഇവിടുത്തെ ശേഷൻ അവശേഷിച്ചു, ക്രിയയാണ്. രണ്ടും രണ്ടാണ്, വാക്കൊന്നാണെങ്കിലും. ഇപ്പം തവൈവവേഷേ ബണിരാജിവേഷേ, ഇന്ദിരവടിയുടെ ആ ഒരു കാലഘട്ടത്തിൽ ബണിരാജിശേഷേ, അനന്തൻ്റെ മുകളിൽ ജലം മാത്രം അവശേഷിച്ചപ്പോൾ, ലോകത്തിൽ അവശേഷിച്ചപ്പോൾ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ, ആനന്ദ സാന്ദ്രാനുഭവത്തോടുകൂടി യോഗനിദ്രയെ പ്രാപിച്ചു. അത്രയേ ഉള്ളൂ. വെള്ളം സർവ്വസ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന സമയത്ത് ജലൈക ശേഷേ, ജലം മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു? യോഗനിദ്രാപരിമുദ്രിതാത്മാ ബണിരാജിശേഷേ, ആദിശേഷനിൽ, അവിടെ നിന്ന് ബണിരാജിശേഷേ, അനന്തനിൽ ജലം മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ ഭഗവാൻ യോഗനിദ്ര കൈക്കൊണ്ടു. അവിടുന്ന് അങ്ങോട്ടാണ് സൃഷ്ടി നടത്തുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.